ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ രാവിലെ എഴുതിച്ച് മക്കൾക്ക് ചായ ഇട്ട് ജോലിക്ക് പണിക്കാറുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ മക്കൾക്ക് ചോറ് കെട്ടിയിട്ട് അവർക്ക് ഇന്ന് ലെമൺ സാദം റെഡിയാക്കി. പിന്നെ സ്നാക്സിനായിട്ട് ഒരു ആപ്പിൾ കട്ട് ചെയ്തെടുത്ത് മുട്ടയും പൊരിച്ച് വെച്ചിട്ട് എൻ്റെ മാളുവിന് ഒരു മുട്ടത്തുണ്ടിട്ട് കൊടുത്ത് അതും അതുകൊണ്ട് എൻ്റെ മോന് ചായ ഇട്ട് കൊടുത്തിട്ട് എൻ്റെ അനിയൻ വീട്ടിൽ നിന്ന് അമ്മ എനിക്ക് കൂടെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത് തന്നു. ചിക്കൻ എടുത്തുകൊണ്ട് വന്ന് അത് കറി വെച്ച് പൊറോട്ടയും അടിക്കാനായിട്ട് ഞാൻ ചിക്കന് ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി ചിക്കൻ ഗ്രേവി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ പൊറോട്ടയ്ക്ക് മാവ് വരവി പണിക്കാർക്ക് കൊടുക്കാനായിട്ട് പൊറോട്ടയും അടിച്ച് അതുകൂടെ എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് തന്നു. പൊറോട്ട അടിച്ച് തീർത്തിട്ട് രണ്ടാമത് അവർക്ക് പണിക്കാർക്ക് കൊടുക്കാനായിട്ട് എടുത്ത് വെച്ച് ഗ്രേവി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് അവർക്ക് ഭക്ഷണത്തിനായിട്ട് അമരിപ്പയറുണ്ടായിരുന്നു. അതിനെ എടുത്ത് ചൂടുവെള്ളത്തിലിട്ട് അതും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അനിയന് കാപ്പി എടുത്ത് വെച്ച് അവൻ ഡ്യൂട്ടിക്ക് പോകാൻ തിരക്കിൽ നിന്ന് അവന് കാപ്പിയും കൊടുത്തിട്ട് ഞാൻ മീൻ തൊക്ക് വയ്ക്കാനായിട്ട് കൊഴിയാള മീൻ വാങ്ങിച്ച് അതിനെയും വന്നിട്ട് തൊക്ക് വയ്ക്കാൻ എല്ലാം കഴുകി റെഡിയാക്കി അരച്ച് റെഡിയാക്കി വെച്ച് 50 രൂപയ്ക്ക് ചാള വാങ്ങിച്ച് അത് പൊരിക്കാനായിട്ട് അതിനെ എടുത്ത് കഴുകി പറക്കി എടുത്തിട്ട് ഇനി വന്ന് തൊക്കിനെ അരച്ച് വെച്ചിരുന്ന് മീൻ തൊക്ക് വയ്ക്കാൻ രസം ഉണ്ടാക്കി തോരന് വെച്ച് മീനും പൊരിച്ച് പിന്നെ അവർക്ക് വരും മുമ്പ് എല്ലാം റെഡിയാക്കി ഞാൻ പണിക്കാരൊക്കെ ആയിട്ട് ഭക്ഷണങ്ങളെടുത്ത് വെച്ച് അവർ വന്ന ഉടനെ അവർക്ക് എല്ലാവർക്കും ഞാൻ ഭക്ഷണം കൊടുത്തു. അവരെല്ലാവരും ഇരുന്ന് കഴിച്ച് അതിലൊരു സന്തോഷം. എല്ലാവരും നമ്മളെ വീട്ടിൽ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചപ്പം അതിൽ വന്ന ഒരു സന്തോഷം നല്ലൊരു ഇതായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങ് എനിക്ക് നേരം പോയി. വൈകുന്നേരം ആയപ്പം എനിക്ക് 500 രൂപ എൻ്റെ ഇളയവൻ കൊണ്ട് തന്നപ്പോൾ എനിക്ക് ഇത്തിരി കൂടെ സന്തോഷം കിട്ടിയല്ല. അന്ന് ചുമ്മാ ഇരുന്നിരുന്നെങ്കിൽ നമ്മൾ ചുമ്മാ ഇരുന്ന് നേരെ ആ പണി